أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ പരിപൂർണ നന്മ പ്രാപിക്കുകയില്ല. നിങ്ങൾ ഏതൊന്ന് ചെലവഴിക്കുന്നുവോ അതിനെക്കുറിച്ച് അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനാകുന്നു. ഈ ആയത്തിൽ അള്ളാഹു വളരെ വ്യക്തമായും പറയുന്നു, നന്മയുടെ ഉന്നത നിലവാരം കരസ്ഥമാകുന്നത് നിങ്ങൾ ദൈവപ്രീതിക്ക് വേണ്ടി നിങ്ങൾ ഇഷ്ടപ്പെടുന്നവ അവന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ മാത്രമായിരിക്കും. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം പറയുന്നു, മോക്ഷത്തിലേക്ക് എത്തിക്കുന്ന യഥാർത്ഥ നന്മ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമ്പത്തും സാധനങ്ങളും ചെലവഴിക്കാത്തിടത്തോളം പ്രാപിക്കാൻ സാധ്യമല്ല. വീണ്ടും മറ്റൊരിടത്ത് അദ്ദേഹം പറയുന്നു, സമ്പത്തിനോട് സ്നേഹമുണ്ടാകാൻ പാടില്ല. അള്ളാഹു പറയുന്നു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് പ്രിയപ്പെട്ട സാധനങ്ങളിൽ നിന്ന് ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്കൊരിക്കലും നന്മ പ്രാപിക്കാൻ സാധ്യമല്ല. പറയുന്നു, ഉപയോഗശൂന്യവും അനാവശ്യവുമായ സാധനങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ഒരാൾക്കും തന്നെ നന്മ ചെയ്യുന്നുവെന്ന് പറയാൻ സാധ്യമല്ല. നന്മയുടെ കവാടം ഇടുങ്ങിയതാകുന്നു. ആയതിനാൽ ഓർക്കുക, മോശമായ വസ്തുക്കൾ ചെലവഴിച്ചുകൊണ്ട് ആർക്കും തന്നെ അതിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. അതായത് ഈ നന്മയുടെ കവാടത്തിൽ. കാരണം ഖുർആനിക സൂക്തം വ്യക്തമാണ്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, ഏറ്റവും പ്രിയപ്പെട്ടതും ഇഷ്ടപ്പെട്ടതുമായ വസ്തുക്കൾ ചെലവഴിക്കുന്നത് വരെ സ്നേഹിതനും പ്രേമഭാജനവുമാകുന്ന സ്ഥാനം കിട്ടുകയില്ല. ബുദ്ധിമുട്ടാനും യഥാർത്ഥ നന്മ ആർജിക്കാനും താല്പര്യമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വിജയിക്കാനും ലക്ഷ്യം കൈവരിക്കാനും കഴിയുക? പറയുന്നു, സഹാബാക്കൾ അവർക്ക് ലഭിച്ച സ്ഥാനം സൗജന്യമായി കരസ്ഥമാക്കിയതാണോ? ഭൗതികമായ ബഹുമതികൾ കരസ്ഥമാക്കാൻ എത്രമാത്രം വ്യയവും പ്രയാസങ്ങളും സഹിക്കേണ്ടി വരുന്നു. അതിനുശേഷമാണ് മനസ്സിന് തൃപ്തിയും സമാധാനവും നൽകാൻ പര്യാപ്തമല്ലാത്ത നിസ്സാരമായ ബഹുമതികൾ പോലും കിട്ടുന്നത്. ലഭിക്കുന്ന ബഹുമതികളിൽ മനസ്സമാധാനം കിട്ടിക്കൊള്ളണമെന്നില്ല, പക്ഷേ അതിനുവേണ്ടിയും മനുഷ്യൻ പ്രയത്നിക്കുന്നു. എന്നിരിക്കെ ചിന്തിക്കുവിൻ, സഹാബാക്കൾക്ക് മനസ്സിന് തൃപ്തിയും സമാധാനവും ദൈവാഭീഷ്ടം നൽകുന്ന അടയാളവുമായ റളിയല്ലാഹു അൻഹും എന്നത് വെറുതെ കിട്ടിയതാണോ? ചുരുക്കത്തിൽ യഥാർത്ഥ സന്തോഷത്തിന് നിദാനമായ ദൈവാഭീഷ്ടം താൽക്കാലികമായി ഉണ്ടാകുന്ന പ്രയാസങ്ങൾ സഹിക്കാതെ കരഗതമാകുന്നതല്ല, അള്ളാഹു വഞ്ചിക്കുന്നതല്ല. ദൈവാഭീഷ്ടം സ്വായത്തമാക്കുന്നതിന് വേണ്ടി പ്രയാസങ്ങളെ പരിഗണിക്കാത്തവൻ അനുഗ്രഹീതൻ. കാരണം ശാശ്വതമായ സന്തോഷവും സ്ഥായിയായ സുഖവും ഈ താൽക്കാലിക പ്രയാസങ്ങൾക്ക് ശേഷമാണ് വിശ്വാസിക്ക് ലഭ്യമാവുക. ചുരുക്കത്തിൽ ധനം ചെലവഴിക്കുന്നതിനുള്ള ഈ ഒരു തിരിച്ചറിവാണ്
ഹസ്രത്ത് മസീമദ് അലി ഇസ്ലാം ഈ ദൈവിക വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി തന്റെ സമ്പത്ത് ദീനീ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന് വേണ്ടി സമർപ്പിക്കാൻ കഴിയുന്നതും, തങ്ങളുടെ അത്യാവശ്യങ്ങളെ പിന്തള്ളിക്കൊണ്ട് തങ്ങളുടെ സമ്പത്ത് ദീനീ ആവശ്യങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ കഴിയുന്നതും ജമാഅത്തിനുമേലും ഓരോ അഹമ്മദിക്കുമേലുമുള്ള അള്ളാഹുവിന്റെ ഔദാര്യമാകുന്നു. തങ്ങളുടെ അത്യാവശ്യങ്ങളെ പിന്തള്ളിക്കൊണ്ട് ദീനീ ആവശ്യങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നതിന് ആയിരക്കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. ഇന്ന് പൊതുവിൽ ലോകത്തിന്റെ പ്രത്യേകിച്ചും വികസിത രാജ്യങ്ങളുടെ സാമ്പത്തികാവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നതായി നമ്മൾ കാണുന്നു. മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും എളുപ്പവും ധാരാളിത്തവും ഉണ്ടായിരുന്ന അവസ്ഥ വികസിത രാജ്യങ്ങളിൽ പോലും ഇല്ലാതായിരിക്കുന്നു. ഇപ്പോൾ ലോകത്തുള്ള യുദ്ധാവസ്ഥയും ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്നതും യൂറോപ്പിന്റെ അവസ്ഥകളെയും നല്ലപോലെ ബാധിച്ചിട്ടുണ്ട്. ഏതായാലും വികസിത രാജ്യങ്ങളുടെ സമ്പത്തിലും വലിയ ആഘാതമാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഈ രാജ്യങ്ങളിലെ രാഷ്ട്രീയക്കാരുടെ അഴിമതിയും വളരെ മോശമായ അവസ്ഥയാണ് സംജാതമാക്കിയിട്ടുള്ളത്. ഇതൊക്കെയാണെങ്കിലും അഹമ്മദികൾ തങ്ങളുടെ സാമ്പത്തിക ത്യാഗത്തിൽ മുന്നേറിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ഭൗതികനായ വ്യക്തിയുടെ വീക്ഷണത്തിൽ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്നാൽ വിശ്വാസദാർഢ്യമുള്ളവർക്ക് ഈ ത്യാഗങ്ങളുടെ ഫലമായി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് കാണാൻ കഴിയുന്നതെന്ന് അറിയാം. നവംബറിലെ ആദ്യ ഖുത്ബയിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ തഹ്രീക് ജദീദിന്റെ നവവത്സര വിളംബരമാണ് ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് തഹ്രീക് ജദീദ് സംബന്ധിച്ച ചില സംഭവങ്ങൾ കേൾപ്പിക്കാം. ലാഹോർ ജില്ലയിലെ സദർ ലജ്ന എഴുതുന്നു, ഒരു മജ്ലിസിൽ എന്നോട് തഹ്രീക് ജദീദ് ചന്തയെ സംബന്ധിച്ച് ഉണർത്താൻ ആവശ്യപ്പെടുകയുണ്ടായി. ഇത് മധ്യനിലയിൽ വരുമാനമുള്ള ഇടത്തരം ആളുകളുടെ ഒരു മജ്ലിസായിരുന്നു. അവരോട് എന്ത് പറയാനാണ് എന്നതിൽ എനിക്ക് ലജ്ജയും അസ്വസ്ഥതയും ഉണ്ടായിരുന്നു. കാരണം അവർ നേരത്തെ തന്നെ നല്ലപോലെ ത്യാഗങ്ങൾ ചെയ്യുന്നവരാണ്. ഏതായാലും എന്നോട് പറഞ്ഞതുകൊണ്ട് എനിക്ക് അവരുടെ ശ്രദ്ധ ക്ഷണിക്കേണ്ടതായി വന്നു. പറയുന്നു, എന്നാൽ ഞാൻ അത്ഭുത പരതന്ത്രയായി പോയി. സ്ത്രീകൾ ആവേശപൂർവ്വം തങ്ങളുടെ ത്യാഗങ്ങൾ സമർപ്പിക്കുന്നതാണ് ഞാൻ കണ്ടത്. എനിക്ക് ലജ്ജ തോന്നാൻ കാരണം എന്തെന്നാൽ, ചെറിയ വരുമാനമുള്ള ഇവർ ചെയ്യുന്ന ത്യാഗങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ധനാഢ്യരായ ആളുകൾക്കും ചിന്തിക്കാൻ കഴിയില്ല. രൊക്കം പൈസയായും ആഭരണങ്ങളായും അനേകം ലക്ഷങ്ങളാണ് സമർപ്പിച്ചത്. വക്കീൽ മാൽ അവലിന്റെ റിപ്പോർട്ടിൽ നിരവധി പേജുകൾ തങ്ങളുടെ ആഭരണങ്ങൾ സമർപ്പിച്ച സ്ത്രീകളുടെ ലിസ്റ്റുകളായിരുന്നു. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു തഹ്രീക് ജദീദ് വിളംബരപ്പെടുത്തിയപ്പോൾ അതിൽ പറഞ്ഞ ആഹ്വാനങ്ങളിൽ ഒന്ന് സ്ത്രീകളുടെ ത്യാഗവുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ആഭരണങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കുറഞ്ഞ ആഭരണങ്ങൾ മാത്രം ഉണ്ടാക്കുകയോ ചെയ്തുകൊണ്ട് ത്യാഗങ്ങൾ ചെയ്യാൻ ആഹ്വാനം ചെയ്തിരുന്നു. ആഭരണങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നതിനേക്കാൾ വലിയ ത്യാഗമാണ് തയ്യാറാക്കി വെച്ച ആഭരണങ്ങൾ ത്യാഗം ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുന്നിലുള്ള ഒരു സാധനം കൊടുക്കുക എന്നത് ഏറെ പ്രയാസകരമായ കാര്യമാകുന്നു. ചുരുക്കത്തിൽ അഹമ്മദി സ്ത്രീകൾ ഹദ്റത്ത് മുസ്ലിം മൗദിന്റെ ആഹ്വാനമനുസരിച്ച് അക്കാലത്തും ഇന്നും ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു രാജ്യത്ത് മാത്രമല്ല, മറിച്ച് ഇവിടെ പാശ്ചാത്യ രാജ്യങ്ങളിലും തങ്ങളുടെ ആഭരണങ്ങൾ നൽകുന്ന സ്ത്രീകളുണ്ട്. തങ്ങളുടെ മുഴുവൻ ആഭരണങ്ങളും ചന്തയായി നൽകുന്നവരുമുണ്ട്. വീണ്ടും ആഭരണങ്ങൾ ഉണ്ടാക്കുന്നു, സമാധാനം കിട്ടാതെ അതും ചന്തയായി നൽകുന്നു. ഹദ്റത്ത് മസീമദ് അലി ഇസ്ലാം പറയുന്നു, ശാശ്വതവും സ്ഥായിയുമായ സന്തോഷം ത്യാഗങ്ങൾ കൂടാതെ കൈവരിക്കാൻ സാധ്യമല്ല. അതുപോലെ ദരിദ്രരായ ആളുകൾ തങ്ങളുടെ വിശപ്പിനെ ഗൗനിക്കാതെയാണ് ചന്ത നൽകുന്നത്. നിരവധി ആളുകളെ അള്ളാഹു ഉടൻ തന്നെ അനുഗ്രഹിക്കുന്നു. അവർ നൽകിയ ചന്തയെക്കാളും അധികമായി അവൻ നൽകുന്ന മാർഗങ്ങൾ കാണുമ്പോൾ അവർ സ്വയം അത്ഭുതപ്പെട്ടു പോകുന്നു. അത്തരം ചില ആളുകളുടെ സംഭവങ്ങൾ ഞാൻ ഇവിടെ വിവരിക്കുന്നതാണ്.
അതോടൊപ്പം ധനാഢ്യരായ ആളുകളോടും ഞാൻ പറയട്ടെ, അവരും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം, തങ്ങളുടെ ത്യാഗത്തിന്റെ നിലവാരം ഉയർത്തണം. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു തന്റെ ഒരു ഖുത്ബയിൽ പറയുന്നു, ദരിദ്രരായ ആളുകളിൽ തങ്ങളുടെ മാസ വരുമാനത്തിന്റെ 45% വരെ നൽകുന്നവരുണ്ട്. അവരുടെ നിത്യേനയുള്ള ഭക്ഷണത്തെ അടിസ്ഥാനപ്പെടുത്തി അതനുസരിച്ച് ചന്തയുടെ ആവശ്യത്തിന് നൽകുന്ന തുക നോക്കുകയാണെങ്കിൽ ധനാഢ്യരായ ആളുകൾ കേവലം 1.5% മാത്രമേ നൽകുന്നുള്ളൂ. മാത്രമല്ല, ദരിദ്രരായ ആളുകൾ 100% കൊടുക്കുന്നവരുമുണ്ട്. ധനാഢ്യരായ ആളുകളിൽ ഒരുപക്ഷെ 1% കൊടുക്കുന്നവരുണ്ടാകാം. ഇതനുസരിച്ച് ദരിദ്രരായ ആളുകളുടെ 100% ധനാഢ്യരായ ആളുകളുടെ മൊത്തം തുകയേക്കാൾ എത്രയോ കുറവായിരിക്കാം. പക്ഷേ ത്യാഗത്തിന്റെ നിലവാരം വളരെ ഉയർന്നതായിരിക്കും. ഈ നിലയ്ക്ക് സാമ്പത്തിക ഭദ്രതയുള്ളവർ തങ്ങളുടെ നിലവാരത്തെപ്പറ്റി കണക്കെടുപ്പ് നടത്തേണ്ടതാണ്. ഓർക്കുക, അള്ളാഹു ഒന്നും തന്നെ കടമായി വെക്കുന്നില്ല. വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, 700 ഇരട്ടിയോ അതിലധികമോ നൽകുന്നതാണ്. ഏതായാലും ത്യാഗം ചെയ്യുന്നവരുടെ ഏതാനും ഉദാഹരണങ്ങൾ ഞാൻ കേൾപ്പിക്കുന്നതാണ്. അവരുടെ ത്യാഗത്തിന്റെയും വിശ്വാസത്തിന്റെയും ആവേശത്തോടൊപ്പം അവർക്ക് മേൽ ഉടനടി ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളും നമുക്കതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഗിനി ബസാവോ ആഫ്രിക്കയിലെ ഒരു രാജ്യമാകുന്നു. അവിടെയുള്ള മോട്ടോർ സൈക്കിൾ മെക്കാനിക്കായ മഹമ്മൂദ് സാഹിബിനോട് മിഷണറി സാഹിബ് തഹരീക് ജദീദ് ചന്തയെപ്പറ്റി ഉണർത്തുകയുണ്ടായി. ഉടനെ അദ്ദേഹം കീശയിൽ കൈയിട്ട് അതിലുള്ള മുഴുവൻ തുകയും പുറത്തെടുത്തു. അത് 10,000 ഫ്രാങ്ക് സീഫ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ വീട്ടിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യ വന്ന് വീട്ടിൽ ഭക്ഷണമുണ്ടാക്കാൻ പൈസ ആവശ്യപ്പെട്ടു. മഹമ്മൂദ് സാഹിബ് മുഴുവൻ തുകയും തഹരീക് ജദീദിൽ കൊടുക്കാൻ നിയ്യത്ത് ചെയ്തിരുന്നു. അങ്ങനെ അത് മുഴുവൻ ചന്തയായി കൊടുത്തു. എന്നിട്ട് മരുമകളോട് സബർ ചെയ്യാൻ പറഞ്ഞു. അവർ തിരിച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. മഹമ്മൂദ് ജഗർ സാഹിബ് പറയുന്നു, മരുമകൾക്ക് ചെലവിന് എന്തു കൊടുക്കണമെന്ന ആശങ്കയിൽ നിൽക്കുമ്പോൾ ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തോട് ഓഫീസിലെത്താൻ ഫോൺ വന്നു. അവിടെ എത്തിയപ്പോൾ അധികൃതർ പറഞ്ഞു, കഴിഞ്ഞ വർഷം താങ്കൾ ഞങ്ങളുടെ മോട്ടോർ സൈക്കിളുകൾ നന്നാക്കി തന്നിരുന്നു, അതിനുള്ള പൈസ ഞങ്ങൾ തന്നിട്ടില്ല. അങ്ങനെ അദ്ദേഹത്തിന് 1,90,000 ഫ്രാങ്ക് സീഫയുടെ ചെക്ക് നൽകുകയുണ്ടായി. ചെക്ക് വാങ്ങിയ ശേഷം മഹമ്മൂദ് സാഹിബ് ഉടൻ തന്നെ വീട്ടിലെത്തി മരുമകളെയും മറ്റു വീട്ടുകാരെയും വിളിച്ചു വരുത്തി പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന്റെ അനുഗ്രഹങ്ങൾ നോക്കൂ. എനിക്ക് പ്രതീക്ഷ പോലും ഇല്ലാതിരുന്ന തുക എന്റെ റബ്ബ് എനിക്ക് തന്നിരിക്കുന്നു. ഫിജിയിലെ മുബല്ലിഗ് എഴുതുന്നു, അഷ്ഫാഖ് സാഹിബ് നാന്തി എന്ന സ്ഥലത്തുള്ള ഒരു സഹോദരനാണ്. പറയുന്നു, യാത്രക്കിടയിൽ അദ്ദേഹം തരീഖ് ജദീദ് സംബന്ധിച്ച എന്റെ കഴിഞ്ഞ വർഷത്തെ ഖുതുബ കേൾക്കുകയുണ്ടായി. അതിൽ ഞാൻ സംഭവങ്ങൾ വിവരിച്ചിട്ടുണ്ടായിരുന്നു. പറയുന്നു, ആ സംഭവങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചു. യാത്രക്കിടയിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തഹരീക് ജദീദ് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, എന്റെ തഹരീക് ജദീദ് ചന്ത ഇരട്ടിയാക്കുക. ഇദ്ദേഹം ബിസിനസ്സാണ് ചെയ്തിരുന്നത്. ബിസിനസിന്റെ വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ നടപ്പു വർഷം ഇരട്ടി ലാഭമുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, ഈ ഇരട്ടി ലാഭം ഞങ്ങളുടെ അധ്വാനവും പരിശ്രമവും കൊണ്ട് കിട്ടിയതല്ല, മറിച്ച് ചന്ത ഇരട്ടിയാക്കിയത് കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കിട്ടിയതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മോസ്കോയിലെ മുബല്ലിഗ് എഴുതുന്നു, റസ്ലാൻ പക്കീനു സാഹിബ് കിർഗിസ്ഥാൻ സ്വദേശിയാണ്. 14 വർഷമായി ഇദ്ദേഹം മോസ്കോയിലാണ് താമസിക്കുന്നത്. പറയുന്നു, നേരത്തെയും ഇദ്ദേഹം ധനത്യാഗത്തിൽ ശ്രദ്ധിച്ചിരുന്നു. ഏകദേശം 1 വർഷം മുമ്പ് ധനത്യാഗത്തെ പറ്റിയുള്ള ഖുതുബ കേട്ടപ്പോൾ എനിക്ക് നല്ല ഹൃദ്യമായി അനുഭവപ്പെട്ടു. ശേഷം അദ്ദേഹം പറയുന്നു, ഞാനും ത്യാഗങ്ങൾ ചെയ്യുന്നവരിൽ ഉൾപ്പെടുകയാണെന്ന് തീരുമാനിച്ചു. ഒരു ഉപേക്ഷയും വരുത്താതെ ദൈനംദിന വരുമാനത്തിന്റെ
10% ചന്തയായി അയക്കാൻ തുടങ്ങി. കുറച്ച് സദക്കയിലും കുറച്ച് ചന്തയിലും. പറയുന്നു, ഒരു വർഷമായി അദ്ദേഹം ഇതേ രീതിയാണ് തുടരുന്നത്. മുബല്ലിഗ് മറ്റൊരിടത്തേക്ക് മാറ്റമായി കിർഗിസ്ഥാനിലെ ഈ റഷ്യൻ സ്വഭാവമുള്ള സുഹൃത്തിന് ചന്ത ഇതുവരെ കൊടുത്തിരുന്നത് പോലെ തന്നെ ഇനിയും തനിക്ക് കൊടുക്കാൻ കഴിയുമോ എന്ന ആശങ്കയായി. ചന്ത കൊടുക്കാനുള്ള ഈ ഒരു ചിന്തയാണ് ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാം അവരിലുണ്ടാക്കിയ വലിയ വിപ്ലവം. തൻസാനിയയിലെ അമീർ സാഹിബ് എഴുതുന്നു, മുഹമ്മദ് സാനി സാഹിബ് അവിടെയുള്ള ഒരു ജമാഅത്തിലെ അംഗമാകുന്നു. ജോലി ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന കമ്പനിക്ക് സാമ്പത്തിക നഷ്ടമുണ്ടായി. അതേ തുടർന്ന് ഉടമസ്ഥൻ എല്ലാ ജോലിക്കാരുടെയും ശമ്പളം വെട്ടിക്കുറയ്ക്കുമെന്ന് വിളംബരപ്പെടുത്തി. അതിൽ അദ്ദേഹത്തിന് വലിയ പ്രയാസമുണ്ടായി. തഹ്രീക് ജദീദ് ചന്ത കൊടുക്കാനുള്ള അവസാനത്തെ മാസമായിരുന്നു. മൗലവി അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോൾ തന്റെ പ്രയാസങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെയല്ല, പ്രയാസങ്ങളെ പറ്റി പറഞ്ഞതുപോലുമില്ല. മറിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് തന്റെ മുഴുവൻ വാഗ്ദാനവും കൊടുത്തു വീട്ടി. അദ്ദേഹം പറയുന്നു, അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ കമ്പനി മേധാവിയുടെ ഫോൺ വന്നു. അദ്ദേഹത്തിന്റെ ശമ്പളം വെട്ടിച്ചുരുക്കിയിട്ടില്ല. മറ്റുള്ളവരുടെ ശമ്പളത്തിൽ കുറവുണ്ടായി. പക്ഷേ ഇദ്ദേഹത്തിന് മുഴുവൻ ശമ്പളവും കിട്ടി. അദ്ദേഹം പറയുന്നു, ഇത് ഞാൻ തഹ്രീക് ജദീദ് ചന്ത യഥാസമയം കൊടുത്തതിന്റെ അനുഗ്രഹമാകുന്നു. മാലാവി എന്ന രാജ്യത്തിലെ മാഗോച്ചി ജില്ലയിൽ കൃഷിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരു മഹിളയുണ്ട്. അവർ തഹ്രീക് ജദീദ് ചന്ത എഴുതിച്ചിരുന്നു, പക്ഷെ കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. വർഷാവസാനം വാഗ്ദാനം ഇനിയും കൊടുത്തുവിട്ടാനുള്ളവർ എത്രയും വേഗം കൊടുക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. പറയുന്നു, അവർ വളരെ പ്രയാസപ്പെട്ട് ജോലി ചെയ്യുകയും മാത്രമല്ല, ജോലി കിട്ടുകയാണെങ്കിൽ വരുമാനം കൊണ്ട് വാഗ്ദാനം പൂർത്തിയാക്കാമെന്ന് ദുആയും ചെയ്തിരുന്നു. ഒരുപാട് ശ്രമിച്ചെങ്കിലും അവർക്ക് ജോലി ലഭിച്ചില്ല. ഒരു ദിവസം അവർ അസർ നമസ്കാരം കഴിഞ്ഞ് മസ്ജിദിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ അവരുടെ പേരക്കുട്ടി അവർക്ക് 45,000 കവാച്ച്, ഇത് അവിടെയുള്ള ഒരു കറൻസിയാണ്, ഉപഹാരമായി അയച്ചതായി അറിഞ്ഞു. അവരുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അവർ ഉടൻ തന്നെ മൗലവി സാഹിബിന്റെ അടുക്കലെത്തി തന്റെ വാഗ്ദാനം അനുസരിച്ച് ചന്ത കൊടുത്തു. മാത്രമല്ല, തന്റെ വാഗ്ദാനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ കൂടെ അള്ളാഹുവിന് നന്ദി പറയുന്നുമുണ്ടായിരുന്നു. ഇവിടെ ദരിദ്രരായ ആളുകളും ഒരേ ചിന്തയോടുകൂടി തങ്ങളുടെ ചന്ത കൊടുത്തു വിട്ടുന്നു. തൻസാനിയ അമീർ സാഹിബ് എഴുതുന്നു, അവിടെയുള്ള ഷിയാങ്ക എന്ന സ്ഥലത്തെ ജമാഅത്തിൽ മറിയം സാഹിബ എന്നൊരു മഹിളയുണ്ട്. പറയുന്നു, എനിക്ക് മൗലവിന്റെ ഫോൺ വന്നു. അദ്ദേഹം തഹ്രീക് ജദീദ് കുടിശ്ശികയെ സംബന്ധിച്ച് ഓർമ്മിപ്പിച്ചു. ആ സമയത്ത് വീട്ടാവശ്യത്തിന് 10,000 ഷില്ലിംഗ് മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ചന്തയിൽ കൊടുത്തു. പിന്നെ അള്ളാഹു എനിക്ക് അതേ ദിവസം തന്നെ 1,00,000 ഷില്ലിംഗായി അത് തിരികെ തരികയുമുണ്ടായി. പറയുന്നു, ഇതെല്ലാം ചന്തയുടെ അനുഗ്രഹങ്ങളാകുന്നു. ഉസ്മാൻ സാഹിബ് ഗിനി ബസോയിലുള്ള ഒരു നവ അഹമ്മദിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിരവധി സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഏത് ജോലി ചെയ്താലും വിജയിക്കുമായിരുന്നില്ല. ഈ അസ്വസ്ഥതയിൽ അദ്ദേഹം രാത്രി ഉറങ്ങുകയായിരുന്നു. പറയുന്നു, എനിക്കൊരു അശരീരി വന്നു. പറയുകയാണ്, ഉസ്മാൻ, ചന്ത കൃത്യമായി കൊടുക്കൂ. രാവിലെ ആയ ഉടൻ തന്നെ ഉസ്മാൻ സാഹിബ് മിഷണറിയുടെ അടുക്കലെത്തി തന്റെ സ്വപ്നം കേൾപ്പിച്ചു. അപ്പോൾ മിഷണറി അദ്ദേഹത്തോട് തഹ്രീക് ജദീദിന്റെയും മറ്റും ചന്തകളെപ്പറ്റി പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഉസ്മാൻ സാഹിബ് ഉടൻ തന്നെ തഹ്രീക് ജദീദ് ചന്ത കൊടുക്കുകയും തന്റെ ചന്തകളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്തു. മാത്രമല്ല, കൃത്യമായി തന്റെ ചന്തകൾ കൊടുക്കാനും തുടങ്ങി. ഉസ്മാൻ സാഹിബ് പറയുന്നു, എല്ലാ ചന്തകളും കൃത്യമായി കൊടുക്കാൻ തുടങ്ങിയെന്ന് മുതൽ അള്ളാഹു അദ്ദേഹത്തിന്റെ കച്ചവടത്തിലും അനുഗ്രഹങ്ങൾ നൽകാൻ തുടങ്ങി. വീട്ടിലെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. ഇതെല്ലാം തഹ്രീക് ജദീദിന്റെയും മറ്റ് ചന്തകളുടെയും അനുഗ്രഹമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. പുതു അഹമ്മദികളെയും എങ്ങനെയാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് എന്ന് നോക്കുക. അള്ളാഹുവിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, മറിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. ആസ്ട്രേലിയയിലെ മുബല്ലിഗ്
കാമ്രാൻ സാഹിബ് പറയുന്നു, ഇവിടെ ഒരു ഖാദിം 10 വർഷമായി ചന്ത കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കലിരുന്ന് ചന്തയുടെ അനുഗ്രഹങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുത്തപ്പോൾ ചന്ത കൊടുക്കാൻ തുടങ്ങി. അതോടൊപ്പം തരീഖ് ജദീദ്, വഖഫ് ജദീദ് ചന്തകളും കൊടുത്തു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഫോൺ വന്നു. പറയുന്നു, എനിക്ക് ജോലിയിൽ പ്രൊമോഷൻ കിട്ടിയിരിക്കുന്നു. അതേക്കുറിച്ച് എനിക്ക് പ്രതീക്ഷ പോലും ഉണ്ടായിരുന്നില്ല. ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചത് കൊണ്ട് മാത്രമാണ് ലഭ്യമായത്. 10 വർഷമായി അലസനായിരുന്ന അദ്ദേഹം പറയുന്നു, ഇനി ഞാൻ ഒരിക്കലും ചന്തയുടെ കാര്യത്തിൽ അലസത കാണിക്കുന്നതല്ല. ഗാംബിയയിലെ ഗ്രാമമായ നയാമീനയിൽ ഉസ്മാൻ സാഹിബ് എന്ന പേരിൽ ഒരു സഹോദരനുണ്ട്. തരീഖ് ജദീദ് സെക്രട്ടറി ചന്ത കൊടുക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഗ്രാമത്തിലും എത്തി. ഇതിന് പറഞ്ഞു, ഇത് സാമ്പത്തിക ആഹ്വാനം മാത്രമല്ല, മറിച്ച് ഇതിന്റെ ലക്ഷ്യങ്ങളിൽ വിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതും തബ്ലീഗും ഉൾപ്പെടുന്നു. നിങ്ങൾ തരീഖ് ജദീദിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ ചന്ത കൊടുത്താൽ മാത്രം മതിയെന്ന് കരുതരുത്. അത് കൊടുക്കുന്നതോടൊപ്പം തങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുകയും പിന്നെ തബ്ലീഗ് രംഗത്തേക്ക് വരേണ്ടതും അനിവാര്യമാകുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഖുദ്ദാമിൽ നിന്നും അൻസാറിൽ നിന്നും ജമാഅത്ത് അംഗങ്ങൾ വളരെ മുന്നേറുന്നതിന് വേണ്ടി പ്രതിജ്ഞയിച്ചിരുന്നു. വെറും സാമ്പത്തിക ത്യാഗം ചെയ്തുകൊണ്ട് മാത്രം തങ്ങൾ കടമ നിർവഹിച്ചുവെന്ന് കരുതരുത്. തഹ്രീക് ജദീദിന്റെ വലിയൊരു ലക്ഷ്യം തബ്ലീഗുമാണ്. ഈ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇത് ആരംഭിച്ചത്. പറയുന്നു, ഈ കാര്യങ്ങൾ എന്നെ നല്ലപോലെ ആകർഷിച്ചു. അദ്ദേഹം അപ്പോൾ ബയ്യത്ത് ചെയ്തിരുന്നില്ല. തഹ്രീക് ജദീദിനെ പറ്റി അറിഞ്ഞപ്പോൾ ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ ചേരാൻ തീരുമാനിച്ചു. 150 ഡലാസി തഹ്രീക് ജദീദ് ചന്ത വാഗ്ദാനം നൽകുകയും അത് കൊടുത്തു വിട്ടുകയും ചെയ്തു. പറയുന്നു, ചന്ത കൊടുത്തതിന് ശേഷം തനിക്കുള്ളിൽ ഒരു മാറ്റം അനുഭവപ്പെടുന്നു. ഞാൻ അനഹമ്മദികൾക്ക് അഹമ്മദിയത്തിനെ പറ്റി തബ്ലീഗ് ചെയ്തുകൊണ്ടിരിക്കുകയും കൃത്യമായി ചന്ത നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഗാംബിയയിൽ നിന്ന് തന്നെയുള്ള ഒരു സ്ത്രീ എഴുതുന്നു, ചന്ത കൊടുക്കാൻ തുടങ്ങിയത് മുതൽ എനിക്കും മക്കളിലും ഒരു മാറ്റം ഉണ്ടായതായി അനുഭവപ്പെടുന്നു. അള്ളാഹു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ചു തരുന്നു. അള്ളാഹുവിനെ ലാക്കാക്കി അവന്റെ മാർഗത്തിൽ നന്മയും ത്യാഗവും ചെയ്യുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശികളാക്കി തീർക്കുന്നു. ഗിനി കുനാക്കിരി ആഫ്രിക്കൻ രാജ്യമാകുന്നു. അവിടെയുള്ള ലോക്കൽ മിഷണറി കുമാര സാഹിബ് പറയുന്നു, അവിടെ ഒരു ഗ്രാമത്തിൽ അദ്ദേഹം നിയമിതനാണ്. ചന്ത വിരിക്കാൻ പോയപ്പോൾ ഒരു നവ അഹമ്മദി ഇമാമിന്റെ ഭാര്യയോട് ചന്ത കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞു. അപ്പോൾ അവർ 5000 ഗിനി എടുത്ത് ആകാശത്തേക്ക് കൈയുയർത്തിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവേ, എന്റെ കയ്യിൽ ഈ തുക മാത്രമേ ഉള്ളൂ. അത് ഞാൻ നിന്റെ മാർഗത്തിൽ നൽകുകയാണ്. അത് സ്വീകരിക്കണമേ. അങ്ങനെ ആ തുക ചന്തയായി നൽകി. ആഫ്രിക്കയിലെ വിദൂര ദേശത്ത് വസിക്കുന്ന നവ അഹമ്മദി സ്ത്രീയാണ്. ലോക്കൽ മിഷണറി സാഹിബ് പറയുന്നു, ഞാൻ ഗ്രാമത്തിലെ പര്യടനത്തിന് ശേഷം തിരിച്ചെത്തിയപ്പോൾ 5000 ഫ്രാങ്ക് ഗിനി ചന്തയിൽ കൊടുത്ത സ്ത്രീ സന്തോഷപൂർവ്വം വന്ന് പറഞ്ഞു, ഇന്ന് ഞാൻ അള്ളാഹുമായി ചെയ്ത കച്ചവടം നല്ല ലാഭത്തിലായി. പറയുന്നു, താങ്കൾ പോയ ശേഷം അള്ളാഹു ഒരു കുടുംബക്കാരൻ മുഖേന 80,000 ഫ്രാങ്ക് ഗിനി എനിക്ക് അയച്ചു തരികയുണ്ടായി. അതെന്റെ ത്യാഗത്തെക്കാളും എത്രയോ അധികമാകുന്നു. ഗിനി കുനാക്കിരിയിൽ നിന്ന് തന്നെയുള്ള ലോക്കൽ മിഷണറി ജാലു സാഹിബ് പറയുന്നു, തഹ്രീക് ജദീദ് ദശദിന പരിപാടിയിൽ മൊല്ലിം സാഹിബ് കോൻതായ എന്ന ഗ്രാമത്തിൽ ചന്ത വിരിക്കാനെത്തി. ഒരു നവ അഹമ്മദിയായ ഷേഖു സാഹിബ് 30,000 ഫ്രാങ്ക് ഗിനി തഹ്രീക് ജദീദ് ചന്ത കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അദ്ദേഹത്തോട് ചന്ത കൊടുക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യിൽ വീട്ടു ചെലവിനുള്ള 30,000 മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാനത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുകയാണ്. അത് സ്വീകരിച്ചാലും. അടുത്ത ദിവസം വളരെ ആവേശപൂർവ്വം അദ്ദേഹത്തിന്റെ ഫോൺ വന്നു. പറയുന്നു, അള്ളാഹു എന്റെ കുർബാനി സ്വീകരിച്ചിരിക്കുന്നു. ചന്ത കൊടുത്ത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എന്റെ മകൾ 3 ലക്ഷം ഫ്രാങ്ക് ഗിനി വീട്ടു ചെലവുകൾക്ക് വേണ്ടി എനിക്ക് അയച്ചു തന്നിരിക്കുന്നു. പറയുന്നു, അള്ളാഹു എന്റെ ഈമാൻ ഈ സംഭവത്തിന് ശേഷം സുദൃഢമാക്കിയിരിക്കുന്നു. ജമാഅത്ത് നമ്മളിൽ നിന്ന് വാങ്ങുന്ന ചന്ത അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു. ഞാൻ ഇതേ നിലയിൽ ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്.
അള്ളാഹു കൊടുക്കാൻ അനുഗ്രഹിച്ചത് ശരിയായി ചെലവഴിക്കപ്പെടുന്നു, നഷ്ടമാകുന്നില്ലെന്നും അദ്ദേഹത്തിന് സമാധാനം ലഭിച്ചു. കസാക്കിസ്ഥാനിലെ വായിക മർസു വീഫ് സാഹിബ് ചന്ത കൊടുക്കുന്നതിൽ കൃത്യനിഷ്ഠയുള്ള ആളാണ്. പറയുന്നു, ജൂൺ മാസത്തിൽ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. എനിക്കുള്ള ശമ്പളം മുഴുവൻ അധികൃതർ നൽകുകയുണ്ടായി. പറയുന്നു, ഇനി ഞാൻ പെൻഷനിലാണ്. ജോലി പോയ ശേഷം ഏതാനും മാസങ്ങൾക്കകം എനിക്ക് ചില രോഗങ്ങൾ കാരണം വിലപിടിപ്പുള്ള മരുന്നുകളും മറ്റ് സാധനങ്ങളും വാങ്ങേണ്ടി വന്നു. പക്ഷേ സാമ്പത്തികമില്ലാത്തതിനാൽ വളരെ പ്രയാസത്തിലുമായിരുന്നു. അടുത്ത ദിവസം ഇടവഴിയിലൂടെ നടക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ചെക്ക് ചെയ്യാമെന്ന് തോന്നാൻ തുടങ്ങി. എൻ്റെ ക്രെഡിറ്റ് കാർഡ് കാലിയാണെന്നും അതിലൊന്നുമില്ലെന്നും എനിക്കറിയാം. അതിൽ പൈസ വരാനുള്ള ഒരു വഴിയുമില്ല. എന്നാലും ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം കാർഡിൽ 1,90,000 പ്രാദേശിക കറൻസി ഉണ്ടായിരുന്നു. ഞാൻ അത്ഭുത പരതന്ത്രനായി അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഒഴിവാക്കപ്പെട്ട കമ്പനിയിൽ നിന്ന് കാരണമൊന്നും പറയാതെ എൻ്റെ അക്കൗണ്ടിലേക്ക് അവർ പ്രസ്തുത തുക ട്രാൻസ്ഫർ ചെയ്തതായിരുന്നു. പറയുന്നു, അദ്ദേഹം കാരണമറിയാൻ കമ്പനിയിൽ ഫോൺ ചെയ്തപ്പോൾ കമ്പനി അധികൃതർ അത് അദ്ദേഹത്തിന്റെ വിശ്വസ്തതയ്ക്കും സത്യസന്ധതയ്ക്കും ഉപഹാരമായി നൽകിയതാണെന്ന് പറയുകയുണ്ടായി. പറയുന്നു, ഇതെല്ലാം തഹരീക്ക് ജദീദ് വഖഫ് ചന്തകളുടെ കൃത്യനിഷ്ഠയുടെ ഫലമാകുന്നു. മലേഷ്യയിലെ ബക്കറ സാഹിബ് പറയുന്നു, എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. ഞാൻ 2016-17 തഹരീക്ക് ജദീദിൽ 1000 രംഗത്ത് വാഗ്ദാനം ചെയ്തിരുന്നു. അതിനിടയിൽ എൻ്റെ സാമ്പത്തികാവസ്ഥ മോശമായതുകൊണ്ട് തുക കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ സമയത്ത് ശരിക്കും പ്രയാസത്തിലായിരുന്നു. എൻ്റെ കച്ചവടം താറുമാറായിക്കൊണ്ടിരുന്നു. ഞാൻ അസ്വസ്ഥനായിരുന്നു. എങ്കിലും വാഗ്ദാനം നിറവേറ്റാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് പൈസ സ്വരുക്കൂട്ടാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നു. എന്റെ നെയ്യത്ത് സത്യസന്ധവും ജമാഅത്ത് ഇതരത്തിൽ സത്യത്തിലുമാണെങ്കിൽ തീർച്ചയായും അള്ളാഹു എളുപ്പമുണ്ടാക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. വാഗ്ദാനങ്ങൾ കൊടുത്ത് വീട്ടേണ്ടതിന് ഒരു ദിവസം മുമ്പ് അവിചാരിതമായി കച്ചവടത്തിൽ നിന്ന് വരുമാനം വന്നു. തുക തികച്ചും 1000 രംഗത്തായിരുന്നു. ഞാൻ മറ്റൊന്നും ആലോചിക്കാതെ ബാൽ സെക്രട്ടറിയുടെ വീട്ടിലെത്തി അദ്ദേഹത്തിന് 1000 രംഗത്ത് നൽകി. നമ്മുടെ ഉദ്ദേശങ്ങൾ ജമാഅത്തിനും ഇസ്ലാമിനും വേണ്ടി ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ അള്ളാഹു തീർച്ചയായും അനിതര സാധാരണമായ നിലയിൽ എളുപ്പമുണ്ടാക്കുമെന്ന് ഈ സംഭവത്തിന് ശേഷം എനിക്ക് ദൃഢബോധ്യമായി. ചുരുക്കത്തിൽ ഈ ചിന്തയാണ് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലുമുള്ള അഹമ്മദികൾക്കുമുള്ളത്. വാസ്തവത്തിൽ അവർക്കിടയിൽ ആയിരക്കണക്കിന് മൈൽ ദൂരമുണ്ട്. എന്നാൽ അള്ളാഹു അവരുടെ ഈമാൻ ദൃഢപ്പെടുത്തുന്നു. ജമാഅത്തിന്റെ സത്യസന്ധതയും അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. വിശ്വാസത്തിലും ശക്തി പകരുന്നു. ജർമ്മനിയിലുള്ള ഒരു സഹോദരൻ പറയുന്നു, എൻ്റെ ഫേമിൽ സാമ്പത്തികാവസ്ഥ മോശമായതുകൊണ്ട് ജോലി ദിനങ്ങൾ കുറഞ്ഞു. അതുകൊണ്ട് എൻ്റെ വരുമാനവും കുറയുകയുണ്ടായി. തഹരീക്ക് ജദീദ് സെമിനാർ ദിവസം വിശ്വാസവർദ്ധക സംഭവങ്ങൾ കേട്ടപ്പോൾ ഞാൻ മനസ്സിൽ അള്ളാഹുവിനോട് 500 യൂറോ അധികമായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. അദ്ദേഹം പറയുന്നു, ദുആക്ക് വേണ്ടി എനിക്കും കത്തയച്ചു. സ്വയം ദുആ ചെയ്യാനും തുടങ്ങി. അള്ളാഹു അനുഗ്രഹിക്കുകയും തഹരീക്ക് ജദീദിന്റെ തന്റെ നേരത്തെയുള്ള വാഗ്ദാനം കൊടുത്തതിന് ശേഷം 600 യൂറോ കൂടുതലായി നൽകാനും തൗഫീക്ക് ലഭിച്ചു. കുറച്ച് ദിവസത്തിന് ശേഷം മറ്റൊരു ഫേമിൽ നിന്ന് ഫോൺ വന്നു. നിങ്ങൾ ആദ്യത്തെ ഫേം ഒഴിവാക്കി ഞങ്ങളുടെ അടുക്കൽ ജോലിക്ക് വരികയാണെങ്കിൽ ശമ്പളം ആദ്യ ഫേമിനേക്കാൾ 1000 യൂറോ അധികമായി നൽകുന്നതാണെന്ന് അറിയിച്ചു. ഞാൻ ആലോചിച്ചതിന് ശേഷം പുതിയ ഫേമിൽ ജോലി ചെയ്യാൻ തീരുമാനിച്ചു. പുതിയ ഫാമിന്റെ ഉടമസ്ഥൻ പറഞ്ഞു, താങ്കൾ പഴയ ഫാം ഒഴിവാക്കിയിരിക്കുന്നു. അതുകൊണ്ട് താങ്കൾക്ക് 3 മാസം വരെ എല്ലാ മാസവും 2000 യൂറോ ബോണസ് 3 ഗഡുക്കളായി നൽകുന്നതാണ്. ജോലിയെ സംബന്ധിച്ച് പറഞ്ഞു, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ അവധിയായിരിക്കും.
ഇങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ തഹരീഖ് ജദീദിൽ അധികമായി ത്യാഗം ചെയ്തത് കാരണം ശമ്പളം മാത്രമല്ല വർദ്ധിച്ചത്, മറിച്ച് ജുമാ നമസ്കരിക്കുന്നതിനും ശാശ്വതമായ സംവിധാനം ഉണ്ടായി. ഐവറി കോസ്റ്റിലെ മുവല്ലി എഴുതുന്നു, തഹരീഖ് ജദീദ് ചന്തയെപ്പറ്റി പോലീസു എന്ന ഗ്രാമത്തിൽ ആഹ്വാനം ചെയ്യുകയുണ്ടായി. വളരെ ദരിദ്രനായ ഒരു വൃദ്ധൻ ഉടൻ തന്നെ വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ സാമ്പത്തിക അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം 200-300 ഫ്രാങ്ക് തന്നാൽ തന്നെ വലിയ കാര്യമായിരുന്നു. അദ്ദേഹം വീട്ടിൽ പോയി സ്വന്തം ചന്ത മാത്രമല്ല തന്റെ മകനെയും കൂട്ടി വന്ന് പറഞ്ഞു, നീയും ചന്ത കൊടുക്കണം. അങ്ങനെ അദ്ദേഹം 2000 ഫ്രാങ്ക് നൽകുകയുണ്ടായി. അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ 500 ഫ്രാങ്ക് നൽകി. ഇതാണ് സമ്പത്തിനോടുള്ള സ്നേഹത്തിലും അതീതമായ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ത്യാഗം ചെയ്യാനുള്ള ആവേശം. ആഫ്രിക്കയിലെ രാഷ്ട്രമായ സെനഗലിലെ മുഅല്ലിം സാഹിബ് പറയുന്നു, ഇവിടെ മുഹമ്മദ് അഞ്ചായ സാഹിബ് പാവപ്പെട്ട എന്നാൽ ആത്മാർത്ഥതയുള്ള അഹമ്മദിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ രോഗിണിയാണ്. ഡോക്ടർ എഴുതിയ മരുന്നുകളുടെ വില 15,000 ഫ്രാങ്ക് സീഫയായിരുന്നു. അത് അദ്ദേഹത്തിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു സുഹൃത്തിന്റെ അടുക്കൽ കടം വാങ്ങാൻ പോയി. അയാളിൽ നിന്ന് കടം വാങ്ങുകയും ചെയ്തു. ഇതിനിടയിൽ നമസ്കാര സമയമായപ്പോൾ മിഷൻ ഹൗസിലേക്ക് പോയി. തന്റെ ഭാര്യയുടെ രോഗാവസ്ഥയെപ്പറ്റി മൗലവി സാഹിബിനോട് പറഞ്ഞു. മുഴുവൻ വിശദീകരിച്ചിരുന്നില്ല, പരാമർശിച്ചതേ ഉള്ളൂ. അതിനു മുമ്പേ മൗലവി സാഹിബ് തനിക്ക് പറയാനുള്ളത് അവതരിപ്പിച്ചു തുടങ്ങി. അതായത് തരീഖ് ജദീദിന്റെ ദശദിന പരിപാടി ആരംഭിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്താൽ അള്ളാഹു എളുപ്പമുണ്ടാക്കുന്നതാണ്. ഏതായാലും അദ്ദേഹം തന്റെ നിർബന്ധിതാവസ്ഥ വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു, 3-4 ദിവസം കൊണ്ട് കൊടുത്തു വീട്ടാം, ഇപ്പോൾ പ്രയാസമാണ്. ഇപ്പോൾ ഭാര്യയുടെ മരുന്നിന് വേണ്ടി കടം വാങ്ങി പോവുകയാണ്. അങ്ങനെ അദ്ദേഹം മിഷൻ ഹൗസിൽ നിന്ന് പോയി. ഏതാനും നിമിഷങ്ങൾക്കകം തിരിച്ചു വന്ന് പറഞ്ഞു, ഞാൻ മിഷൻ ഹൗസിൽ നിന്ന് പോകുമ്പോൾ ചിന്തിച്ചത്, വല്യം എന്നോട് സാമ്പത്തിക ത്യാഗത്തെ പറ്റി പറഞ്ഞു. ഞാൻ അതിലൊന്നും തന്നെ കൊടുത്തില്ല. അത് എന്റെ മനസ്സിന് വല്ലാതെ ഭാരമായി. അതുകൊണ്ട് ഈ 500 ഫ്രാങ്ക് സീഫ നിങ്ങൾ തരീഖ് ജദീദിൽ ചേർക്കുക. ഇപ്പോൾ ഞാൻ ഏറ്റവും അത്യാവശ്യമുള്ള മരുന്നുകൾ മാത്രം വാങ്ങാം. അതും പറഞ്ഞ് അദ്ദേഹം രസീത് വാങ്ങി തിരിച്ചുപോയി. മിഷൻ ഹൗസിൽ നിന്ന് പോയി ഫാർമസിയിൽ എത്തുന്നതിന് മുമ്പേ അദ്ദേഹത്തിനൊരു ഫോൺ കോൾ വന്നു. ഒരാൾ പറയുകയാണ്, ഞങ്ങൾക്ക് ബെഡ് ഉണ്ടാക്കണം, 50,000 ഫ്രാങ്ക് സീഫ താങ്കൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ടെലിഫോൺ മുഖേന ക്രെഡിറ്റ് ബാങ്ക് ചെയ്യാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഭാര്യ സുഖമായ ശേഷം ബെഡ് ഉണ്ടാക്കിയാൽ മതി. ബാക്കി തുക പിന്നീട് അടയ്ക്കുന്നതാണ്. പറയുന്നു, അദ്ദേഹം ഫാർമസിയിൽ പോകുന്നതിന് പകരം തിരിച്ച് മിഷൻ ഹൗസിലെത്തി. മൗലവിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ചന്തയുടെ അനുഗ്രഹത്താൽ അള്ളാഹു പ്രത്യേകം അനുഗ്രഹിക്കുകയും എന്റെ ആവശ്യത്തിൽ കൂടുതൽ തുക നൽകുകയും ഉണ്ടായി. സെനഗലിൽ നിന്ന് മൗലവി സാഹിബ് എഴുതുന്നു, വളരെ ആത്മാർത്ഥതയുള്ള സഹോദരൻ വാഗൺ സാഹിബ് തരീഖ് ജദീദ് ചന്തയിൽ 10,000 ഫ്രാങ്ക് സീഫ വാഗ്ദാനം ചെയ്തിരുന്നു. അദ്ദേഹത്തോട് തരീഖ് ജദീദ് വർഷം അവസാനിക്കാറായെന്നും താങ്കളുടെ ചന്ത ബാക്കിയാണെന്നും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ എന്റെ കയ്യിൽ പൈസയില്ല, പക്ഷെ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാലാവധി തീരും മുമ്പേ ഞാൻ ചന്ത തീർക്കുന്നതാണ്. ഇനി വസ്ത്രം വിറ്റിട്ടാണെങ്കിലും ഞാൻ ചന്ത നൽകുന്നതായിരിക്കും. ഈ ആവേശമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. മൗലവി സാഹിബ് പറയുന്നു, അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്കകം എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എന്റെ തരീഖ് ജദീദ് ചന്ത സ്വീകരിക്കുക. ഞാൻ വളരെ ചിന്താകുലനായിരുന്നു. ഇന്ന് എന്റെ മകൻ എനിക്ക് വിശ്വസിക്കാനേ കഴിയാത്ത നിലയിൽ പൈസ അയച്ചു തന്നിരിക്കുന്നു. ആദ്യം ഞാൻ ചന്ത തരാൻ വന്നതാണ്. ഇങ്ങനെ ഒന്നിനെയും ഗൗനിക്കാത്ത ആത്മാർത്ഥരായ ആളുകൾ ജമാഅത്തിലുണ്ട്. നൈജീരിയയിലെ അമീർ സാഹിബ് പറയുന്നു, ഒരു മൗലവിയുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടമ്മയാണ്, യാതൊരു വരുമാനവുമില്ല. മൗലവി സാഹിബ് തന്നെയാണ് അവരുടെ തരീഖ് ജദീദ് ചന്തയും കൊടുത്തിരുന്നത്. അതേപ്പറ്റി ഭാര്യയ്ക്ക് അറിവ് ലഭിച്ചപ്പോൾ, ഞാൻ എന്റെ ചന്ത കൊടുക്കാം, എന്റെ വാഗ്ദാനം
8000 സീഫ എഴുതുക എന്ന് പറയുകയുണ്ടായി. അവരുടെ ഭർത്താവ് മൊല്യം ചോദിച്ചു, ഇതെങ്ങനെയാണ് കൊടുത്തുവിട്ടുക? അവർ പറഞ്ഞു, അള്ളാഹു എൻ്റെ ത്യാഗം സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ സംഭവിച്ചതും അത് തന്നെയാണ്. കുറച്ചു ദിവസം കഴിഞ്ഞു കാണും. അവരുടെ അയൽക്കാരിയായ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് തുന്നലറിയാം, എൻ്റെ വസ്ത്രങ്ങൾ തയ്ച്ചു തരണം. മാത്രമല്ല 3000 സീഫ അഡ്വാൻസായി കൊടുക്കുകയും ചെയ്തു. അവർ ഉടൻ തന്നെ അത് തരീഖ് ജദീദിന് കൊടുത്തു. അതിനുശേഷം അവർക്ക് എത്രമാത്രം ജോലി കിട്ടിയെന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ അവർ ചന്ത മുഴുവനും കൊടുത്തു തീർത്തു. തരീഖ് ജദീദ് ആരംഭിച്ചപ്പോൾ ഹദരത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു സ്ത്രീകളോട് 5ഉം 10ഉം രൂപയും കൊടുക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു. അന്ന് സ്ത്രീകൾ ഇത്രയും തുക ഒന്നിച്ചു കൊടുക്കാൻ കഴിയില്ലെന്നും 1ഉം 2 രൂപയായി കൊടുക്കാൻ മാത്രമേ കഴിയൂ എന്നും അതിന് മാസം തോറും നൽകാൻ അനുമതി വേണമെന്നും ഹദരത്ത് മുസ്ലിം മൗദിന് എഴുതിയിരുന്നു. അന്ന് കാണിച്ച ആ ആവേശം ഇന്ന് നിലനിൽക്കുന്നു. മറിച്ച് ആയിരക്കണക്കിന് മൈൽ ദൂരെ വസിക്കുന്നവരാണെങ്കിലും അതേ ആവേശമാണുള്ളത്. കാലത്തിന്റെ ഖലീഫയുടെ ശബ്ദം നേരിട്ട് കേൾക്കുന്നു, പക്ഷെ അവർക്ക് മനസ്സിലാകുന്നില്ല. ചിലർക്ക് ഭാഷ അറിയില്ല, പക്ഷെ ആത്മാർത്ഥതയിൽ വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. സെനഗലിൽ നിന്ന് മൊല്ലിം സാഹിബ് എഴുതുന്നു, താബോ കൊണ്ടയിലെ ജമാഅത്തിൽ സയ്യിദി സാഹിബുണ്ട്. അദ്ദേഹത്തിന്റെ പക്കൽ ആടുമാടുകളുടെ കൂട്ടമാണുള്ളത്. അദ്ദേഹം ഫോൺ വിളിച്ച് തരീഖ് ജദീദ് എന്താണെന്ന് ചോദിച്ചു. അഹമ്മദികൾ തരീഖ് ജദീദ് ചന്ത കൊടുക്കുന്നു എന്ന് അദ്ദേഹം ആളുകളിൽ നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. മൊല്ലി സാഹിബ് അദ്ദേഹത്തോട് തരീഖ് ജദീദിനെ പറ്റി വിശദമാക്കി കൊടുത്തിട്ട് പറഞ്ഞു, ഇപ്പോൾ തരീഖ് ജദീദിന്റെ ദശദിന പ്രോഗ്രാം നടക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ പിതാവ് വലിയ ധനാഢ്യനായിരുന്നു, സക്കാത്തിലും ധനത്യാഗത്തിലും ദുർബലനുമായിരുന്നു. മൗലവിമാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിരുന്നു. പിതാവിന്റെ മരണശേഷം ഒരുപാട് കന്നുകാലികൾ അദ്ദേഹത്തിന് ഓഹരിയായി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനും ധനത്യാഗത്തെ പറ്റി ചിന്തയില്ലായിരുന്നു. മൊല്ലി സാഹിബ് അദ്ദേഹത്തിന് സക്കാത്തിനെയും ചന്തകളെയും പറ്റി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഒരു പശുവിനെയും 2 ചെമ്മരിയാടുകളെയും ചന്തയായി നൽകിക്കൊണ്ട് പറഞ്ഞു, അതിൽ ഒരാട് തരീഖ് ജദീദിന് വേണ്ടിയും ഉള്ളതാണ്. അതിന് 7 ദിവസത്തിന് ശേഷം അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. മൃഗങ്ങളിൽ ഒരു പ്രത്യേകതര രോഗം പടരുകയാണ്. അത് മുഖേന അവയുടെ ശരീരത്തിൽ നിന്ന് നീര് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മൃഗങ്ങൾ ചത്തൊടുങ്ങുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് മൃഗങ്ങളുടെ വലിയൊരു പറ്റം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം സ്വപ്നത്തിൽ വളരെ അസ്വസ്ഥതയിൽ ആവുകയും ഇങ്ങനെ ദുആ ചെയ്യുകയും ഉണ്ടായി, അള്ളാഹുവേ, എന്റെ മൃഗങ്ങളെ രക്ഷിക്കണമേ. അപ്പോൾ സ്വപ്നത്തിൽ തന്നെ അദ്ദേഹത്തിന് വളരെ ശക്തമായൊരു ശബ്ദം കേൾക്കാനിട വന്നു, തരീഖ് ജദീദ് കാരണം നിന്റെ മൃഗങ്ങൾ സുരക്ഷിതമായിരിക്കും. അതിനിടയിൽ അദ്ദേഹം സ്വപ്നത്തിൽ നിന്ന് ഒരു കടലാസ് കണ്ടു. അതിൽ ആദ്യ വരിയിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നും അദ്ദേഹത്തിന്റെ പേരും എഴുതിയിരുന്നു. ഇത് അദ്ദേഹം പിന്നെ ഉറക്കമുണർന്നു. മൊല്ലി സാഹിബിനെ ഫോണിൽ വിളിച്ച് സ്വപ്നം പറഞ്ഞപ്പോൾ മൊല്ലി സാഹിബ് പറഞ്ഞു, താങ്കൾക്ക് തന്ന രസീത് നോക്കുക. അതിലേറ്റവും മുകളിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നും താഴെ താങ്കളുടെ പേരും എഴുതിയതും വായിക്കാൻ പറഞ്ഞു. അതല്ലാതെ ഒന്നും വായിക്കാനുണ്ടായിരുന്നില്ല. പിന്നെ താഴെ തരീഖ് ജദീദ് ചന്ത എന്ന് എഴുതിയിട്ടുണ്ട്. പറയുന്നു, പിന്നെ ഞാൻ രസീതും എടുത്തു നോക്കി. ഈ സംഭവം എന്റെ വിശ്വാസവർദ്ധനവിന് കാരണമായി തീർന്നു. വളരെ കൗതുകരമായ രീതിയിൽ അള്ളാഹുവും വഴി കാണിച്ചു കൊടുക്കുന്നു. തൻസാനിയയിലെ ഷിയാങ്കിയിലുള്ള മൊല്യം എഴുതുന്നു, ജമാഅത്തിലെ ഒരു നവ അഹമ്മദി വൃദ്ധൻ റമദാൻ സാഹിബ് തരീഖ് ജദീദിൽ നല്ല നിലവാരത്തിലുള്ള തുക വാഗ്ദാനം എഴുതിച്ചിരുന്നു. അദ്ദേഹം കൃഷിപ്പണി ചെയ്താണ് ജീവിക്കുന്നത്. മഴയില്ലാത്തത് കാരണം നിരവധി കർഷകരുടെ വിളവ് നല്ലതായിരുന്നില്ല. റമദാൻ സാഹിബ് പറയുന്നു, അദ്ദേഹം എല്ലാ സമയത്തും തന്റെ തരീഖ് ജദീദ് ചന്ത എങ്ങനെ കൊടുക്കുമെന്ന ചിന്തയിലായിരുന്നു. എന്റെ ഒരു ബന്ധുവിന്റെ ഫോൺ വന്നു. നീണ്ട കാലമായി അയാളുടെ ബന്ധമൊന്നുമില്ലായിരുന്നു. അദ്ദേഹം ഫോൺ ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാൻ താങ്കൾക്ക് കുറച്ച് പൈസ അയക്കുന്നുണ്ട്, അതുകൊണ്ട് ആദ്യം വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുക. ആ സ്വാത്വികന് പൈസ ലഭിച്ചപ്പോൾ
നേരെ മാൽ സെക്രട്ടറിയുടെ അടുക്കലെത്തി തന്റെ വാഗ്ദാനം പൂർത്തിയാക്കി. അധികവും കൊടുത്തു. അദ്ദേഹം പറയുന്നു, എന്റെ അള്ളാഹു എനിക്ക് ഈ രീതിയിൽ സഹായം നൽകിയത് ഞാൻ എൻ്റെ ചന്തയുടെ വാഗ്ദാനം പൂർത്തിയാക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഇതാണ് പുതുതായി ബയ്യത്ത് ചെയ്യുന്നവരുടെയും ത്യാഗത്തിന്റെ നിലവാരം. എതിരാളികൾ ജമാഅത്തിനെ ഇല്ലാതാക്കാൻ ശക്തമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അള്ളാഹു എങ്ങനെയാണ് നവാഹമ്മദികളുടെ ഹൃദയത്തിലും ജമാഅത്തിനു വേണ്ടി ത്യാഗങ്ങൾ ചെയ്യാൻ സന്നദ്ധമാക്കുന്നതെന്നും പിന്നെ അനുഗ്രഹിക്കുന്നതെന്നും നോക്കുക. അള്ളാഹു കത്തിച്ചു വെച്ച ഈ വിളക്ക് ശത്രുക്കളുടെ ഊത്തുകൊണ്ട് അണഞ്ഞു പോകുമോ? എത്ര വേണമെങ്കിലും ശ്രമിച്ചുകൊള്ളുക. പരാജയം മാത്രമാണ് ശത്രുക്കൾക്ക് വിധിച്ചിട്ടുള്ളത്. ജമാഅത്ത് ലോകത്തിന്റെ എല്ലാ കോണുകളിലും ത്യാഗങ്ങളുടെ മാതൃക സ്ഥാപിച്ചുകൊണ്ട് പുരോഗതിപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു തഹ്രീക് ജദീദ് ആരംഭിച്ചത് ജമാഅത്തിനെതിരിൽ നാലുപാടും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ്. എത്രത്തോളം എന്നാൽ സർക്കാർ ഓഫീസർമാരും ശത്രുക്കളെ സഹായിക്കുകയായിരുന്നു. തഹ്രീക് ജദീദിന്റെ ലക്ഷ്യം തന്നെ തബ്ലീഗ് ചെയ്ത് ജമാഅത്തിനെ വർദ്ധിപ്പിക്കുക എന്നതാണ്. ലോകത്തിന്റെ സകല രാജ്യങ്ങളിലും അഹ്മദി ജമാഅത്ത് മുഖേന ഇസ്ലാമിന്റെ പതാക ഉയർത്തുകയാണ്. ചുരുക്കത്തിൽ അഹ്മദി ജമാഅത്ത് മുഖേന ഇസ്ലാമിന്റെ മടിത്തട്ടിൽ വരുന്നവർ വിശ്വാസത്തിലും ദൃഢതയിലും ത്യാഗത്തിലും മാതൃകകൾ സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിരവധി സംഭവങ്ങളുണ്ട്. പക്ഷേ ഈ സമയത്ത് ഇവിടെ എല്ലാം വിവരിക്കാൻ സാധ്യമല്ല. തഹ്രീകിനെ സംബന്ധിച്ച് അതിന് ചരിത്രപരമായ പശ്ചാത്തലത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ പറഞ്ഞു വന്നതുപോലെ ജമാഅത്തിനെതിരിൽ എല്ലാ ഭാഗത്തും ഫിത്നയും ഫസാദും ഉയരുകയായിരുന്നു. പ്രത്യേകിച്ച് മഹ്റാർ ഫസാദ് ഉണ്ടാക്കാൻ തങ്ങളുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അഹമ്മദിയത്തിനെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കുമെന്നും ഖാദിയാന്റെ പേരും ചൂരും ഇല്ലാതാക്കുമെന്നും ഖാദിയാന്റെ അസ്ഥിവാരം ഇളക്കുമെന്നുമായിരുന്നു വീരവാദങ്ങൾ. എത്രത്തോളം എന്നാൽ ഹദ്റത്ത് വസീം അലി ഇസ്ലാമിന്റെ ഖബറും പരിശുദ്ധ സ്ഥലങ്ങളും അലങ്കോലപ്പെടുത്താനും പ്രോഗ്രാം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് സർക്കാർ ആയിരുന്നിട്ട് കൂടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ശത്രുക്കളിലേക്കാണ് കൂടുതൽ ചായ്വുണ്ടായിരുന്നത്. അവർ ഫിത്ന അവസാനിപ്പിക്കുന്നതിന് പകരം അവരെ സഹായിക്കുകയായിരുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു ജമാഅത്തിന് ഒരു പ്രോഗ്രാം നൽകിക്കൊണ്ട് സാമ്പത്തിക ത്യാഗം ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയുണ്ടായി. ഇത് 1934 കാര്യമാണ്. നവംബറിൽ അദ്ദേഹം ആദ്യം നൽകിയ ചില ഖുത്ബകളിൽ കുറച്ച് ആമുഖവും പശ്ചാത്തലവും വിവരിച്ചുകൊണ്ട് താൻ എന്താഹ്വാനമാണ് നടത്താൻ പോകുന്നതെന്ന് സൂചിപ്പിച്ചു. അതിന്റെ ആദ്യ പരാമർശം മാത്രമേ നടത്തിയിരുന്നുള്ളൂ, മുഴുവൻ വിശദീകരിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ആത്മാർത്ഥരായ അഹമ്മദികൾ തങ്ങളെല്ലാത്തരം ത്യാഗത്തിനും സന്നദ്ധരാണെന്ന് എഴുതി അറിയിക്കാൻ തുടങ്ങി. അതിൽ അദ്ദേഹം സന്തോഷവും പ്രകടിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ വിശദീകരണം നൽകുന്നത് ജമാഅത്ത് ത്യാഗത്തിന് സന്നദ്ധമാകുന്നതിന് വേണ്ടിയാണ്. കാരണം ചിലപ്പോൾ ത്യാഗങ്ങളുടെ കാലപരിധി നീട്ടേണ്ടി വരുന്നതാണ്. സ്ത്രീകളും കുട്ടികളും ഇതിന് തയ്യാറായിരിക്കണം. ഇത് കേവലം പുരുഷന്മാരുടെ മാത്രം ജോലിയല്ല. സ്ത്രീകൾക്കും തങ്ങളുടെ കടമകൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് എല്ലാ അഹമ്മദികൾക്കും നിർബന്ധമുള്ളതല്ലെങ്കിൽ പോലും ആ സമയത്ത് ആത്മാർത്ഥതയിലും കൂറിലും അനിതര സാധാരണമായ ആവേശമാണ് ജമാഅത്ത് പ്രകടിപ്പിച്ചത്. ഏതായാലും 1934 അദ്ദേഹം കൃത്യമായി ഒരു ഫണ്ട് വിളംബരപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, നമ്മൾ എതിരാളികളുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകണം. അവരെ പോലെ ഫസാദ് ചെയ്തുകൊണ്ടല്ല, മറിച്ച് തബ്ലീഗ് ചെയ്തുകൊണ്ടായിരിക്കണം. കാരണം ശത്രുക്കൾക്ക് അവസരം കിട്ടിയത് തന്നെ നമ്മൾ തബ്ലീഗ് ചെയ്യാത്തത് കൊണ്ടാണ്. ഇത് സംബന്ധിച്ച് അവധാനതയോടെ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടില്ല. അഹമ്മദിയത്തിന്റെ സന്ദേശം ലോകത്തിന്റെ കോണുകളോളം എത്തിക്കാൻ വേണ്ടി പരിശ്രമങ്ങൾ ഉണ്ടായില്ല. അത് യഥാവിധി ചെയ്തിട്ടില്ല. അദ്ദേഹം ജമാഅത്തിന് ഒരു പ്രോഗ്രാം നൽകിക്കൊണ്ട് തങ്ങളുടെ പരിഷ്കരണത്തിനും ത്യാഗങ്ങളുടെ നിലവാരം ഉയർത്താനും ശ്രദ്ധ ക്ഷണിച്ചു. 27,000 രൂപയുടെ സാമ്പത്തിക ത്യാഗത്തിനുള്ള ഒരു ആഹ്വാനവും സമർപ്പിച്ചു. ഇത് 3 വർഷത്തേക്കുള്ളതായിരുന്നു. എന്നാൽ ആത്മാർത്ഥതയും കൂറുമുള്ള ഈ ജമാഅത്തിന്
അള്ളാഹു തന്റെ അനുഗ്രഹത്താൽ കാലത്തിന്റെ ഖലീഫയുടെ ആഹ്വാനത്തിൽ ലബ്ബൈക്ക് പറഞ്ഞുകൊണ്ട് 1,00,000 രൂപ ഒരു വർഷം കൊണ്ട് തന്നെ കൊടുക്കാൻ തൗഫീക്ക് നൽകി. അക്കാലത്ത് സാമ്പത്തിക അവസ്ഥ വെച്ച് നോക്കിയാൽ അത് വലിയൊരു ത്യാഗമായിരുന്നു. ഏതാനും അണകളുടെ ത്യാഗമാണത്. അന്ന് തങ്ങളുടെയും മക്കളുടെയും ഭക്ഷണം കുറച്ചുകൊണ്ട് ത്യാഗം ചെയ്യുന്നതിനുള്ള മാതൃക സ്ഥാപിച്ചു. അള്ളാഹു ഈ ത്യാഗങ്ങളെ സ്വീകരിച്ചപ്പോൾ ലോകത്ത് തബ്ലീഗിനുള്ള അനിതര സാധാരണമായ മാർഗങ്ങൾ മാത്രമല്ല തുറന്നു തന്നത്, ഈ ത്യാഗങ്ങൾ അവരിൽ മാത്രമായി നിലനിൽക്കുകയും ചെയ്തില്ല. മറിച്ച് ഇന്നും അത്തരം മാതൃകകൾ കാണപ്പെടുന്നു. അത് ഞാൻ സംഭവങ്ങളിൽ കേൾപ്പിച്ചതുമാണ്. ഏതായാലും അവർ സാമ്പത്തിക ത്യാഗം ചെയ്യുന്നതിനോടൊപ്പം ദീനിനു വേണ്ടി തങ്ങളുടെ ജീവിതവും സമർപ്പിച്ചു. ദൂരദേശങ്ങളിൽ തബ്ലീഗിന് വേണ്ടി പോയി. ചിലർക്ക് തടവറകളുടെ പ്രയാസങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഹദ്റത്ത് മുസ്ലിം മൗദ് തുടക്കത്തിൽ ഈ പദ്ധതിയെ 10 വർഷത്തേക്ക് നീട്ടിയിരുന്നു. 3 വർഷം 10 വർഷമാക്കി. പിന്നെ 10 വർഷം പൂർത്തിയായപ്പോൾ അതിന് നല്ല ഫലങ്ങൾ വെളിപ്പെട്ടു തുടങ്ങിയപ്പോൾ വീണ്ടും ത്യാഗം ചെയ്യാൻ ആഗ്രഹമുയർന്നപ്പോൾ അതിനെ വീണ്ടും നീട്ടുകയുണ്ടായി. തുടർന്ന് ഇതൊരു സ്ഥായിയായ പദ്ധതിയായി തീർന്നു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ സഹായത്തിന്റെയും പിന്തുണയുടെയും ദൃശ്യങ്ങൾ ആരംഭകാലത്ത് ജനങ്ങളുടെ ത്യാഗങ്ങളുടെ പരിണിതിയാകുന്നു. അത് അള്ളാഹു സ്വീകരിക്കുകയുണ്ടായി. മാത്രമല്ല, ഇപ്പോഴും പുതുതായി വരുന്നവ പലർക്കും സ്വപ്നത്തിലൂടെ ഈ പദ്ധതികളിലേക്കും സാമ്പത്തിക ത്യാഗത്തിലേക്കും ശ്രദ്ധ ക്ഷണിക്കുന്നു. അത് ഞാൻ സംഭവങ്ങൾ വിവരിച്ചപ്പോൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ ആദ്യകാല ത്യാഗം ചെയ്തവരുടെ തലമുറ ഇന്നും തങ്ങളുടെ പൂർവികരുടെ ത്യാഗങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് സ്വയമായും തങ്ങളുടെ തലമുറകളെയും ഈ ത്യാഗങ്ങൾ തുടർച്ചയായി നിലനിർത്തിക്കൊണ്ടു പോകാൻ ശ്രമിക്കേണ്ടതാണ്. അതോടൊപ്പം തങ്ങൾക്ക് മേലുണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് സ്വന്തം നിലയ്ക്കും കൂടുതൽ കൂടുതൽ ത്യാഗം ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ഏതായാലും ഈ പദ്ധതി അനുസരിച്ച് ആദ്യകാല ആളുകളുടെ എണ്ണം 5000 ആയിരുന്നു. അവർ തരീഖ് ജദീദ് 1-ാം ലെക്ചറിലെ മുജാഹിദ് അഥവാ യോദ്ധാക്കൾ എന്നറിയപ്പെടുന്നു. പിന്നെ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല ഇവരുടെ തലമുറകളെയും മക്കളെയും അവിടെ ത്യാഗങ്ങൾ ജീവസുറ്റായി നിലനിർത്തണമെന്നും ഖിയാമത്ത് വരെ അവിടെ ചന്തകൾ കൊടുക്കണമെന്നും പ്രത്യേകം ആഹ്വാനം ചെയ്യുകയുണ്ടായി. പിന്നെ ഞാൻ 5-ാമത്തെ ലെക്ചർ ആരംഭിച്ചപ്പോൾ ഇക്കാര്യത്തിലേക്ക് പ്രത്യേകം ശ്രദ്ധ ക്ഷണിച്ചിരുന്നു. ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവിടെ എല്ലാവരുടെയും ലെക്ചറുകൾ സജീവമാണ്. 4 ലെക്ചറിലെ മുജാഹിദീങ്ങൾക്ക് 10 വർഷം പൂർത്തിയായപ്പോൾ അത് ഖലീഫത്തുൽ മസീഹ് സാനി 2-ാമത്തെ ലെക്ചർ ആരംഭിക്കുന്നതായി വിളംബരപ്പെടുത്തി. പിന്നീട് വന്നവർ ഇതിലാണ് ചേർക്കപ്പെട്ടത്. ഇതിന്റെ കാലപരിധി 19 വർഷമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല, മേലിൽ ഈ ലെക്ചർ 19 വർഷം കൂടുമ്പോൾ സ്ഥാപിക്കപ്പെടുമെന്നും ഓരോ ലെക്ചറും 19 വർഷത്തേക്ക് ആയിരിക്കുമെന്നും അടുത്ത ലെക്ചർ അടുത്ത 19 വർഷത്തിന് ശേഷം ആരംഭിക്കുമെന്നും പ്രഖ്യാപിച്ചു. അതനുസരിച്ച് പിന്നെ 3-ാമത്തെ ലെക്ചർ അത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആല ആരംഭിച്ചു. ഇത് 19 വർഷത്തിന് ശേഷം 1964 ആരംഭിക്കേണ്ടതായിരുന്നു. എന്നാൽ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി രോഗം കാരണം ആ സമയത്ത് വിളംബരപ്പെടുത്തിയിരുന്നില്ല. പിന്നീട് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആല പറയുന്നു, ഈ ലെക്ചർ ഞാൻ വിളംബരപ്പെടുത്തുമെങ്കിലും ഇത് ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹുവിലേക്കാണ് ചേർത്ത് പറയുക. അള്ളാഹു എനിക്കും അതിന്റെ പുണ്യം നൽകുന്നതാണ്. ഇത് 1966 വിളംബരപ്പെടുത്തിയത്. പക്ഷെ 1965 നവംബർ മുതലായിരിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. 1985 അത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല 4-ാമത്തെ ലെക്ചർ വിളംബരപ്പെടുത്തുകയുണ്ടായി. ഈ 19 വർഷ കാലപരിധി വെച്ച് 4-ാമത്തെ ലെക്ചർ 19 വർഷത്തേക്ക് നിലവിൽ വന്നു. 2004 ഈ കാലപരിധി 19 വർഷം പൂർത്തിയായപ്പോൾ ഞാൻ 5-ാമത്തെ ലെക്ചർ ആരംഭിച്ചു. ഇന്ന് വീണ്ടും 10 വർഷം പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ 6-ാമത്തെ ലെക്ചർ വിളംബരപ്പെടുത്തുകയാണ്. ഇനി പുതുതായി ജനിക്കുന്ന കുട്ടികളും അതല്ലെങ്കിൽ നേരത്തെ മറ്റേതെങ്കിലും ലെക്ചറിൽ ഉൾപ്പെടാത്തവരും 6-ാമത്തെ ലെക്ചറിൽ ഉൾപ്പെടുന്നതാണ്. ആയതിനാൽ ജമാഅത്തി സംവിധാനവും ഇതനുസരിച്ച് തങ്ങളുടെ ജമാഅത്തുകളിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പുതിയ ലെക്ചർ വിളംബരപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, ഇതിനുശേഷം അതായത് 2-ാമത്തെ ലെക്ചറിന് ശേഷം തരീഖ് ജദീദിന്റെ 3, 4, 5 കാലഘട്ടങ്ങൾ വരുന്നതാണ്.
നമ്മൾ ദീനിനു വേണ്ടി ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതാണ്. ദീനിനു വേണ്ടി കഠിനോത്ഥാനം ഒഴിവാക്കിയാൽ, അതല്ലെങ്കിൽ നമ്മളിൽ ചിലർ 1, 2, 3, 4, 5, 6, 7 ഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, ഇനി എത്ര കാലം ത്യാഗം ചെയ്യും, ഇത് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാൻ തുടങ്ങുന്ന ദിവസം മുസ്ലിം അള്ളാഹുർക്ക് പറയുന്നു, അത് അവർ തങ്ങളുടെ ആത്മീയതയ്ക്ക് അവർ പറയുന്നു, അത് അവർ തങ്ങളുടെ ആത്മീയത തണുത്തുറഞ്ഞു പോയെന്നും വിശ്വാസം ദുർബലമായെന്നും പ്രഖ്യാപിക്കുന്ന അവസ്ഥയായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് തരീഖ് ജദീദിന്റെ കാലം അനന്തമായിരിക്കുമെന്നാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തതുപോലെ തരീഖ് ജദീദിന്റെ കാലഘട്ടങ്ങളും എണ്ണി കണക്കാക്കാൻ സാധ്യമല്ല. അള്ളാഹു ഹദ്റത്ത് ഇബ്രാഹിമിനോട് നിന്റെ തലമുറ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ലെന്ന് പറഞ്ഞതുപോലെ ഇബ്രാഹിമിന്റെ തലമുറ ദീനിന് ഒരുപാട് സേവനങ്ങളും ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് തരീഖ് ജദീദിന്റെ കാര്യവും. തരീഖ് ജദീദിന്റെ കാലം ജനങ്ങളുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് ദീനിന് വേണ്ടിയുള്ള ത്യാഗങ്ങളുടെ സംവിധാനത്തിന്റെ ആകത്തുകയാകുന്നു. അതുകൊണ്ട് അതിന്റെ കാലഘട്ടങ്ങളും എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. ചുരുക്കത്തിൽ ഇത് ഇസ്ലാം അഹമ്മദീയത്തിന്റെ മഹത്തായ അടിത്തറ ശക്തിപ്പെടുത്തുന്നതായിരിക്കും. ഏതായാലും ഓരോ അഹമ്മദിയും ഈ ഒരു ചിന്തയോടുകൂടി തങ്ങളുടെ ത്യാഗങ്ങളുടെ നിലവാരത്തെ മുന്നിൽ വെക്കേണ്ടതാണ്. അള്ളാഹു ഈ ത്യാഗം ചെയ്യുന്നവരെ എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത് എന്നതിനെ പറ്റി ഞാൻ ചില സംഭവങ്ങൾ കേൾപ്പിക്കുകയുണ്ടായി. ഇത് ദൈവിക പദ്ധതിയാണെന്നതിനുള്ള അള്ളാഹുവിന്റെ കർമ്മസാക്ഷ്യമാകുന്നു. അതുപോലെ ഹദ്റത്ത് മുസ്ലിം അള്ളാഹു തരീഖ് ജദീദിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരിക്കൽ വസിയത്ത് സംവിധാനത്തെയും ഇതിനോട് ചേർത്തുകൊണ്ട് തരീഖ് ജദീദ് ഞാൻ എന്റെ വാക്കുകളിൽ പറയുന്ന വസിയത്ത് സംവിധാനം തന്നെയാണെന്ന് പറഞ്ഞിരുന്നു. ഇത് ഒരു മുന്നൊരുക്കുകാരൻ എന്ന നിലയ്ക്കാകും. അതായത് ഇത് കാരണം വസിയത്ത് പദ്ധതി ശക്തിപ്പെടുന്നതാണ്. ഇത് സാമ്പത്തിക ത്യാഗം ചെയ്യാനുള്ള ശീലമുണ്ടാക്കാനുള്ള അടിത്തറയാകുന്നു. ഇത് മുന്നിൽ സഞ്ചരിച്ച് വിളംബരപ്പെടുത്തുന്ന സംഘത്തെ പോലെയാകുന്നു. ഇതിന് പിന്നിൽ വലിയൊരു സംവിധാനം അൽവസിയത്ത് എന്ന പേരിൽ വരുന്നുണ്ടെന്ന് ജനങ്ങളോട് വിളംബരപ്പെടുത്തുന്നതാണ്. ഞാൻ വസിയത്തിൽ ഭാഗവാക്കാകാൻ 2005 ആഹ്വാനം ചെയ്തിരുന്നു. നിസാമെ വസിയത്തിന് നിസാമെ ഖിലാഫത്തുമായും അഭേദ്യമായൊരു ബന്ധമുണ്ട്. വസിയത്ത് പദ്ധതി മുഖേന തന്നെയാണ് ഇനി ത്യാഗങ്ങളുടെ നിലവാരം ഉയരുക. അതുകൊണ്ട് ആദ്യം ത്യാഗങ്ങളുടെ ശീലമുണ്ടാക്കാൻ തരീഖ് ജദീദിന്റെ സംവിധാനമാണുള്ളത്. ഇക്കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു. ആയതിനാൽ ഇതിലേക്ക് ശ്രദ്ധിക്കുക. അള്ളാഹു ജമാഅത്തിലെ സാമ്പത്തിക ശേഷിയുള്ളവർക്കും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നല്ല വരുമാനമുള്ളവർ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഇതിൽ കൂടുതൽ ആളുകളെ ചേർക്കാനും തങ്ങളുടെ അവസ്ഥയ്ക്കനുസരിച്ച് ചന്ത കൊടുക്കാനും സാഹചര്യമുണ്ട്. ദരിദ്രരായ ആളുകൾ ഞാൻ പറഞ്ഞു വന്നതുപോലെ ത്യാഗങ്ങളിൽ ഒരുപാട് മുന്നിലാണ്. എന്നാൽ ധനാഢ്യരായ ആളുകൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഞാൻ കഴിഞ്ഞ വർഷത്തെ കണക്കുകളും കേൾപ്പിക്കാം. തരീഖ് ജദീദിന്റെ ഫലങ്ങളെ സംബന്ധിച്ച് പറയാം. ആദ്യം നമ്മൾ ഖാദിയാനിൽ നിന്ന് പുറത്ത് കടന്നിരുന്നില്ല. അതല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് കുറച്ച് മാത്രമേ പരന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ലോകത്തുള്ള 220 രാഷ്ട്രങ്ങളിൽ മസ്ജിദുകളുടെ മൊത്തം എണ്ണം 9300-ലധികമാണ്. മിഷൻ ഹൗസുകളുടെ എണ്ണം 3400-ലധികമാകുന്നു. ഡസൻ കണക്കിന് മസ്ജിദുകൾ നിർമ്മാണത്തിലാണ്. മിഷൻ ഹൗസുകളും നിർമ്മാണ ഘട്ടത്തിലാണുള്ളത്. മുബല്ലിഗ് മൗലവിമാരുടെ എണ്ണം 5000-ഓളമാണ്. ഇതും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആൻ പരിഭാഷയും നടന്നുകൊണ്ടിരിക്കുന്നു. 77 ഭാഷകളിൽ തർജ്ജമ കഴിഞ്ഞിരിക്കുന്നു. സാഹിത്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. വിവിധ ഭാഷകളിൽ സാഹിത്യങ്ങൾ തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രവർത്തനങ്ങൾ തരീഖ് ജദീദ് ആരംഭിച്ചതു മുതൽ അത് മുഖേന നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ മറ്റ് ചന്തകളും ഉൾപ്പെടുന്നുവെങ്കിലും തരീഖ് ജദീദിന് വലിയൊരു പങ്കുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇനി ഞാൻ തരീഖ് ജദീദിന്റെ പുതുവർഷ വിളംബരം ചെയ്യുകയാണ്. 89-ാം വർഷം ഒക്ടോബർ 31-ന് അവസാനിച്ചിരിക്കുന്നു. ഇനി 90-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വർഷം ആഗോള അഹമ്മദിയ ജമാഅത്തിന് 17.20 ബില്യൺ പൗണ്ടിന്റെ ത്യാഗം സമർപ്പിക്കാൻ തൗഫീക്ക് ലഭിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാ.
ഇത് ലോകത്തിന്റെ സാമ്പത്തിക അവസ്ഥ മോശമായിരുന്നിട്ടും കൂടി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 7,49,000 അധികമാണ്. ജർമ്മനി ജമാഅത്ത് ഇപ്രാവശ്യവും ലോക ജമാഅത്തുകളിൽ ഒന്നാം സ്ഥാനത്താകുന്നു. അവർ തങ്ങളുടെ ഈ ബഹുമതി നിലനിർത്തിയിരിക്കുന്നു. സാമ്പത്തിക അവസ്ഥ കാരണം കറൻസികളുടെ വില ലോകത്ത് വളരെയേറെ മാറിയിട്ടുണ്ട്. പാകിസ്ഥാനിലും പൊതുവിൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രാദേശിക തലത്തിൽ എല്ലാവരും തങ്ങളുടെ ത്യാഗ നിലവാരം ഉയർത്തിയിട്ടുണ്ട്. ജർമ്മനി പാകിസ്ഥാൻ ഒഴിച്ചുള്ള രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്താകുന്നു. ഞാൻ പറഞ്ഞതുപോലെ ജർമ്മനി പൂർണ്ണമായും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. ഒന്നാം സ്ഥാനം ജർമ്മനി, പിന്നെ ബ്രിട്ടൻ, കാനഡ മൂന്നാം സ്ഥാനത്താണുള്ളത്. അമേരിക്ക 4ാം സ്ഥാനത്തേക്ക് പോയി. 5ാം സ്ഥാനത്ത് മിഡിൽ ഈസ്റ്റിലെ ജമാഅത്തുകളാകുന്നു. 6ാം സ്ഥാനത്ത് ഇന്ത്യ, 7 ഓസ്ട്രേലിയ, 8 ഇന്തോനേഷ്യ, 9ാം സ്ഥാനത്ത് വീണ്ടും മിഡിൽ ഈസ്റ്റിലെ ജമാഅത്താകുന്നു. 10ാം സ്ഥാനത്ത് ഘാന. ഇവിടെയും കറൻസി വളരെയേറെ ഡിവാല്യൂ ആയിട്ടുണ്ട്. എന്നിട്ടും ഘാന ഈ വർഷവും തങ്ങളുടെ 10ാം സ്ഥാനം നിലനിർത്തുകയായിരുന്നു. ചെറിയ ജമാഅത്തുകളിൽ അയർലാൻഡ്, മൊറീഷ്യസ്, ഹോളണ്ട്, മലേഷ്യ, സിംഗപ്പൂർ, ന്യൂസിലാൻഡ്, കസാക്കിസ്ഥാൻ, ജോർജിയ എന്നിവയാണ് എണ്ണപ്പെട്ട രാജ്യങ്ങൾ. ആഫ്രിക്കൻ രാജ്യങ്ങൾ ശ്രദ്ധേയമായ സ്ഥാനം കരസ്ഥമാക്കിയവർ ഘാന, മൊറീഷ്യസ്, നൈജീരിയ, ബുർക്കിനഫാസോ, തൻസാനിയ, ഗാംബിയ, ഉഗാണ്ട, ലൈബീരിയ, സിയറാലിയോൺ, ബെനിൻ. തരീഖ്-ഇ-ജദീദിൽ ഭാഗഭാക്കായവരുടെ മൊത്തം എണ്ണം 16,33,000 അധികമാകുന്നു. ഇക്കാര്യത്തിൽ കൂടുതൽ സേവനം ചെയ്ത രാജ്യങ്ങൾ ഗിനി കുനാക്കിരി, ജമൈക്ക, കിർഗിസ്ഥാൻ, സാംബിയ, നേപ്പാൾ, ഘാന, കെനിയ, തൻസാനിയ, കാങ്കോ കൻഷാസ, കാങ്കോ ബ്രാഡ്സ്വെൽ, നൈജീരിയ, സെനഗൽ, ഐവറി കോസ്റ്റ്, മിഡിൽ ഈസ്റ്റിലെ ജമാഅത്ത് എന്നിവയാണ്. ജർമ്മനിയിൽ ആദ്യ 10 സ്ഥാനത്തുള്ള ജമാഅത്തുകൾ റോഡർമാർക്ക്, റോഡ്ഗ, കീൽ, ഓസൻബർഗ്, പിന്നെബർഗ്, നോയസ്, നീഡ, പോലോൺ, മഹദിയാബാദ്, ഫ്ലോറസ് ഹായ്. ആദ്യ 10 ഇമാരത്തുകൾ ഹംബുർഗ്, ഫ്രാങ്ക്ഫർട്ട്, ഗ്രോസ്ഗീര, വെസ്ബാൻ, ലെറ്റ്സ്ബാഗ്, റെഡ്ഷട്ടഡ്, വേസൽഹൈം, മോറോ ഹൾഡൻ, ഡാൽ ഫ്രാങ്ക്, ഡാൽ ഡ്രാഫ്, ഡാംഷട്ടഡ്, മൻഹൈം. ബ്രിട്ടനിലെ ആദ്യ 5 റീജനുകൾ ബൈത്തുൽ ഫുത്തു, ഇസ്ലാമാബാദ്, മിഡ്ലാൻഡ്, മസ്ജിദ് ഫസൽ, ബൈത്തുൽ ഇഹ്സാൻ. ബ്രിട്ടനിലെ ആദ്യത്തെ 10 ജമാഅത്തുകൾ വാർണഹം, വോർക്കസ്റ്റർ പാർക്ക്, സൗത്ത് ചീം, ഇസ്ലാമാബാദ്, വാൽസാൽ, ഐഷ്, ഗില്ലിംഗ്ഹാം, അൽസർ ഷോട്ട് സൗത്ത്, ഐവൽ, ബ്രോഡ്ഫോർഡ് നോർത്ത്. ചെറിയ ജമാഅത്തുകൾ പിൻവാലി, സവാനറി, നോർത്ത് ഹെംപ്ടൺ, നോർത്ത് വേൽസ, ന്യൂപോർട്ട്. കാനഡയിലെ ഇമാരത്തുകൾ വാൻ, കാൽഗരി, പീസ് വില്ലേജ്, വാൻകോവർ, മിസിസാഗ, ടൊറാന്റോ. കാനഡയിലെ ചെറിയ ജമാഅത്തുകൾ ഹെമിൽട്ടൺ, ആൾട്ടൺ, ആൾട്ടോ ഈസ്റ്റ്, ബ്രോഡ്ഫോർഡ് ഈസ്റ്റ്, ഹമിൽട്ടൺ വെസ്റ്റ്, മോർഡറിയാൽ വെസ്റ്റ്, വനിപീഗ്, റജൈന, ലൈഡൻസ്റ്റർ, ഹേബർട്ട്ഫോർഡ്. അമേരിക്കയിലെ ആദ്യ ജമാഅത്തുകൾ മേരിലാൻഡ്, നോർത്ത് വെർജിന, ലോസ് ആഞ്ചലസ്, സീറ്റാൾ, ചിക്കാഗോ, സിലിക്കൺ വാലി, ഡെട്രോയിറ്റ്, ഹൂസ്റ്റൺ, ഓഷ്കോഷ്, നോർത്ത് ജേഴ്സി, സൗത്ത് വെർജീന, സെൻട്രൽ ജേഴ്സി, ഡാലസ്.
പാകിസ്ഥാനിൽ പൊതുവെ ഒന്നാം സ്ഥാനത്ത് ലാഹോർ, 2 റബുവ, 3 കറാച്ചി. ജില്ലകളിൽ ഫൈസലാബാദ് ഒന്നാം സ്ഥാനത്താകുന്നു. പിന്നെ ഗുജറൻവാല, ഗുജറാത്ത്, ഉമർകോട്ട്, ഹൈദരാബാദ്, മീർപുർ ഖാസ്, ലോധ്രാൻ, ബഹാവൽപൂർ, ഓട്ട്ലി, ആസാദ് കശ്മീർ, ഝലം. പിരിവിന്റെ അടിസ്ഥാനത്തിൽ നഗര ജമാഅത്തുകൾ: ഇമാരത്ത് ടൗൺഷിപ്പ് ലാഹോർ, ഇമാരത്ത് അല്ലാമ ഇക്ബാൽ ടൗൺ ലാഹോർ, ഇമാരത്ത് ദാറുസിക്കർ ലാഹോർ, ഇമാരത്ത് അസീസാബാദ് കറാച്ചി, ഇമാരത്ത് മുഗൾപുര ലാഹോർ, ഇമാരത്ത് ബൈത്തുൽ ഫുദൽ ഫൈസലാബാദ്, ഗുജറൻവാല, ക്വയറ്റ, പിഷാവർ. ചെറിയ ജമാഅത്തുകൾ: ഖോക്കർ ഗർബി, ചോൺട്ട, കോട്ട് ഷെരീഫാബാദ്, ബഷീറാബാദ് സിന്ധ്, കാരിയാൻ, ഹയാത്താബാദ്, പിंडी ഭാഗു, ദാറുൽ ഫസൽ കൻറി, നവാസാബാദ്, പാറം, ഖൈർപൂർ. ഇന്ത്യയിലെ ആദ്യത്തെ 10 സംസ്ഥാനങ്ങൾ: ഒന്നാം സ്ഥാനത്ത് കേരളം, പിന്നെ തമിഴ്നാട്, കർണാടക, തെലുങ്കാന, ജമ്മു കശ്മീർ, ഒഡീഷ, പഞ്ചാബ്, ബംഗാൾ, ഡൽഹി, മഹാരാഷ്ട്ര. ത്യാഗത്തിൽ ആദ്യത്തെ 10 ജമാഅത്തുകൾ: കോയമ്പത്തൂർ തമിഴ്നാട്, ഖാദിയാൻ, ഹൈദരാബാദ്, കോഴിക്കോട്, മഞ്ചേരി, മേലെപ്പാളയം, ബാംഗ്ലൂർ, കൽക്കത്ത, കരുളായി, കേരങ്. ആസ്ട്രേലിയയിലെ ആദ്യ 10 ജമാഅത്തുകൾ: മെൽബൺ ലാംഗ്വറിൻ, മെൽബൺ ബ്രൂക്ക്, മർസഡൻ പാർക്ക്, പെൻറിത്ത്, പെർത്ത്, അഡ്ലൈഡ് വെസ്റ്റ്, കാസൽ ഹിൽ, വർസബൽ ലോഗൻ ഈസ്റ്റ്, പരാമാട്ട, മെൽബൺ ക്ലൈറ്റ്. ഇതാണ് ഇവരുടെ 10 ജമാഅത്തുകൾ. അള്ളാഹു ത്യാഗം ചെയ്യുന്ന എല്ലാവരുടെയും സമ്പത്തിലും ആളുകളിലും അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. ഇവർ നേരത്തേതിലും അധികം ത്യാഗങ്ങൾ ചെയ്യുന്നവരായി തീരുമാറാകട്ടെ. പലസ്തീനികളെ എപ്പോഴും ദുആകളിൽ ഓർക്കുക, അവരെ മറക്കരുത്. അക്രമത്തിന്റെ ആട്ടുകല്ലിൽ ചതിയുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും മോചനത്തിന് അള്ളാഹു എത്രയും വേഗം വഴിയൊരുക്കുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.